ഹലോ ഗായ്സ്, ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിയും സിമ്പിളായിട്ടുള്ള ഗുലാബ് ജാം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇൻഗ്രീഡിയൻസ്: പാല്, മൈദ, റവ, നെയ്യ്, പഞ്ചസാര, പാൽപ്പൊടി. ആദ്യം നമുക്കൊരു ബൗളിലേക്ക് പാൽപ്പൊടി ആഡ് ചെയ്യാം. ഇത്ര പാൽപ്പൊടി എടുക്കുമ്പോൾ നമുക്ക് മിനി സൈസിലുള്ള 20 ഗുലാബ് ജാമാണ് കിട്ടുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് മൈദ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മൈദൻ്റെ സെയിം അളവിൽ കുറച്ച് റവയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് കുറച്ച് നേരം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യലൊക്കെ കഴിഞ്ഞാൽ കുറച്ച് പാൽ ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ആദ്യം കുറച്ച് പാൽ ഒഴിച്ചിട്ട് പിന്നെ നോക്കിയിട്ട് ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ പണി കിട്ടും. ഇത് ഞാൻ പറയുമ്പോൾ ഒരു അനുഭവത്തിൽ നിന്ന് പറയണ പോലെ തോന്നുന്നു നിങ്ങൾക്ക്. ശരിയാണ്, ഞാനാണ് ഈ ഗുലാബ് ജാം ഉണ്ടാക്കിയത്, അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് പാളി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ ചെറിയ ഗുലാബ് ജാമുകളായിട്ട് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ബോളാക്കി എടുക്കുന്നുണ്ട്. ഇത് വറക്കണ പരിപാടിയൊന്നും ഞാനല്ല കേട്ടോ ചെയ്തത്, അതൊക്കെ ഉമ്മയാണ് ചെയ്തത്. ഉമ്മ മുമ്പ് കുറേ വട്ടം ഗുലാബ് ജാം ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇത് ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ഷുഗർ സിറപ്പാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ മിക്സിയിൽ തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മിക്സിയിൽ തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് വേറൊരു പാത്രത്തിൽ എണ്ണ വെച്ചിട്ട് നമ്മുടെ ഗുലാബ് ജാമൊക്കെ വറുത്തെടുക്കാം. കുറേ നേരം വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ അതൊരു ബ്രൗണിഷ് കളറാവും. അപ്പം നമുക്ക് എടുക്കാം ഇതുപോലെ. അങ്ങനെ നമുക്ക് എല്ലാം ഒന്ന് വറുത്തെടുക്കാം. ഇനി നമ്മൾ വറുത്ത് വെച്ച ഗുലാബ് ജാമൊക്കെ നമുക്ക് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഗുലാബ് ജാമുകളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഒരു 2 മണിക്കൂർ അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഗുലാബ് ജാമു നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെറുതെ ഡെക്കറേഷൻ ഇങ്ങനെ കുറച്ച് നട്ട്സൊക്കെ മുകളിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.